പണ്ടൊരിക്കൽ സൃഷ്ടിദേവനായ ബ്രഹ്മാവിന് വലിയ അഹങ്കാരം തോന്നി. ഈ ലോകം മുഴുവൻ താൻ സൃഷ്ടിച്ചതാണെന്നും താനാണ് സർവശക്തനെന്നും അദ്ദേഹം അഹങ്കരിച്ചു. ബ്രഹ്മാവിന്റെ ഈ അഹങ്കാരം കണ്ടപ്പോൾ മഹാദേവന് തോന്നി ഈ അഹങ്കാരം ഉടനെ ഇല്ലാതാക്കണം. അങ്ങനെ മഹാദേവൻ ഉഗ്രരൂപിയായി മാറി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് തീവ്രമായ ജ്വാല പുറപ്പെട്ടു. അതിൽ നിന്ന് ഭയങ്കരനായ കാലഭൈരവൻ പ്രത്യക്ഷപ്പെട്ടു. ഭൈരവൻ ഒരു നിമിഷം പോലും വൈകിയില്ല. ബ്രഹ്മാവിന്റെ അഹങ്കാരത്തെ നശിപ്പിക്കാനായി അദ്ദേഹത്തിന്റെ 5ാമത്തെ ശിരസ് ഛേദിച്ചു. ബ്രഹ്മാവിന്റെ അഹങ്കാരം അതോടെ അവസാനിച്ചു. എന്നാൽ ഒരു ദേവന്റെ ശിരസ് ഛേദിച്ചതിനാൽ കാലഭൈരവന് ബ്രഹ്മഹത്യ പാപം ബാധിച്ചു. ഈ പാപത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി അദ്ദേഹം ലോകം മുഴുവൻ അലഞ്ഞുതിരിഞ്ഞു നടന്നു. ഓരോ സ്ഥലത്ത് പോയിട്ടും അദ്ദേഹത്തിന് സമാധാനം ലഭിച്ചില്ല. ഒടുവിൽ അദ്ദേഹം കാശിയിലെത്തി. കാശിയിൽ കാലുകുത്തിയതും അദ്ദേഹത്തിന്റെ പാപം ഇല്ലാതായി. അവിടെ വെച്ച് അദ്ദേഹത്തിന് മോചനവും ലഭിച്ചു. അതോടെ കാശിയുടെ സംരക്ഷകനായി അവിടുത്തെ കോട്ടവാൾ ഭൈരവനായി അദ്ദേഹം മാറി. ഇന്നും കാശിയുടെ ഓരോ കോണും കാലഭൈരവന്റെ കാവലിൽ സുരക്ഷിതമാണ് എന്നാണ് വിശ്വാസം. കാലഭൈരവനെ സമയത്തിന്റെ അധിപനായും നീതിയുടെ കാവൽക്കാരനായും അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നവനായും കണക്കാക്കുന്നു. അദ്ദേഹത്തെ ആരാധിക്കുന്നവർക്ക് ഭയത്തിൽ നിന്നും മോചനവും സമയത്തെ നിയന്ത്രിക്കാനുള്ള കഴിവും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാലഭൈരവന്റെ അനുഗ്രഹമുണ്ടായാൽ സമയം പോലും നമ്മുടെ വരുതിയിലാകുമെന്ന് പറയപ്പെടുന്നു. ജയ് ഭോലേനാഥ്, ഹർ ഹർ മഹാദേവ്.